ഗുഡ് മോർണിംഗ്. നമ്മളുടെ ഇന്നത്തെ ഈ സെഷനിലെ ഗസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾ മുമ്പേ നിങ്ങളെ പോലെ തന്നെ ഇവിടെ ഇരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പം IIT-യിൽ വർക്ക് ചെയ്യാണ്, പിന്നെ PhD ഒക്കെ കഴിഞ്ഞു. പക്ഷെ കുറച്ച് വർഷങ്ങൾ മുമ്പേ ഞാൻ തന്നെയായിരുന്നു അഡ്വൈസറും ഈ ബാച്ചിൻ്റെത്. അന്നത്തെ ഏറ്റവും ബെസ്റ്റ് ബാച്ച് എന്ന് പറയാം. കാരണം പാസ്സാവുന്ന അതേ വർഷം തന്നെ 23 പേർക്ക് ഗേറ്റ് കിട്ടി. ശരിയല്ലേ? 23. അതിന്റെ മെയിൻ ഒരു കാരണം രോഹൻ ഭാസ്കർ തന്നെയാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രോഹൻ തന്നെയാണ് എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അതായത് പല സബ്ജക്ട്സും അത് ടീച്ചിങ് അവന്റെ ഒരു പാഷനാണ്. അപ്പൊ അടുത്ത് IIT-യിൽ ടീച്ചറായിട്ട് പോകാൻ നിൽക്കുകയാണ്. IIT NITs-ലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഇപ്പൊ ടീച്ചിങ് പോസ്റ്റ് അല്ല, റിസർച്ച് പോസ്റ്റിലാണ്. ഇപ്പൊ ടീച്ചിങ് ആണ് രോഹന്റെ പാഷൻ. അന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ദിവസവും നോക്കുമ്പോഴും ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഫ്രീ ഉള്ള സമയം ഗേറ്റ് കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പം അതിൽ തന്നെ ആപ്റ്റിറ്റ്യൂഡ് കാറ്റും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, MBA. അപ്പൊ ആ സമയത്ത് പിന്നെ അതിന്റെ കോച്ചിങ്ങും കൊടുക്കും. അപ്പൊ അത് പ്ലേസ്മെന്റ് അതൊക്കെ ആവശ്യം വരും. അപ്പൊ അത്രയും ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. ഇതേ ക്ലാസ്സിൽ തന്നെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, ദർശന എന്ന് പറയും. അയാളും അങ്ങേയറ്റം ടാലന്റഡ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് വരാൻ നിന്നതാണ്, പക്ഷെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇന്ന് വരാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങേരുടെ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യും. അപ്പൊ അതോടുകൂടി നിങ്ങളും ഇതുപോലെ മോട്ടിവേറ്റഡ് ആവാനാണ് ഞാൻ ഇവരൊക്കെ വിളിച്ചുകൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളത് ശരിക്കും ഉൾക്കൊണ്ട് നിങ്ങൾ അതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും. ഇതേ ബാച്ചിൽ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ട്. അതേമാതിരി നാഷണൽ ലെവൽ പേപ്പർ പ്രസന്റേഷനും പ്രോജക്ട് ലെവൽ കോമ്പറ്റീഷനും ക്വിസിനും ഒക്കെ പോയി അണ്ണാ യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അന്ന് പോയ സമയത്ത് തന്നെ ബിടെക് പഠിക്കുന്ന സമയത്ത് തന്നെ പോയ സമയത്ത് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് ഹരിത്ത് കുങ്കുമ ദർശന, അതേ ക്ലാസ്സിൽ തന്നെയാണ് ഇവര്. അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ. ഇപ്പൊ പലരും പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ മാത്രം ഒതുങ്ങും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് എക്സ്ട്രാ ചെയ്യണം. അങ്ങനെ അപ്പൊ ഞാൻ രോഹൻ ഭാസ്കറിനെ വിളിക്കുന്നു. അധികം സമയം കളയുന്നില്ല, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ചെറിയൊരു ഇൻഫർമേഷൻ കൂടി ഉണ്ട്. ഇപ്പം വർക്ക് ചെയ്യുന്നത് സീനിയർ പ്രൊജക്ട് ഓഫീസർ, നാഷണൽ സെന്റർ ഫോർ സേഫ്റ്റി ഓഫ് ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, IIT മദ്രാസ്. പിന്നെ ഗേറ്റ് ക്വാളിഫൈഡ് 2012, ഓൾ ഇന്ത്യ റാങ്ക് 129. ഓക്കെ. പിന്നെ ബിടെക് ഇവിടെ തന്നെയാണ് പഠിച്ചത്, 12 പാസ് ഔട്ട്. MTech ഫ്രം IIT മദ്രാസ്. Then PhD in earthquake engineering. പിന്നെ 21 IIT മദ്രാസിൽ PhD കംപ്ലീറ്റ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. വളരെ എക്സൈറ്റഡ് ആണ് പുതിയൊരു സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ കാണാൻ പറ്റിയത് വലിയൊരു വളരെ ഹാപ്പിയാണ് ഞാൻ ആ കാര്യത്തില്. ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ
ഒരു ഭയങ്കര ഒരു ഫോർമൽ പ്രസന്റേഷൻ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു സീനിയർ നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, ഇനി മുന്നോട്ടുള്ള നിങ്ങൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത് ഓവർ ദ പീരീഡ് ഓഫ് ദ നെക്സ്റ്റ് 4 years, ആ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ പ്രസന്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം 2 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എംഫസൈസ് ചെയ്യുന്നത്. ഒന്ന്, അതായത് നിങ്ങൾ പലരും പല കാരണങ്ങളും കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടവരുണ്ടാവും. ചിലപ്പം അലോട്ട്മെന്റിൽ എന്തൊക്കെയോ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ട് സിവിൽ ഒരു പ്രിഫറൻസ് ആയിരുന്നില്ല, പക്ഷെ സിവിലിൽ എത്തിപ്പെട്ടു എന്നുള്ളവരുണ്ടാവും. ആക്ച്വൽ പാഷനോടുകൂടി സിവിൽ എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്തവരുണ്ടാവും. അങ്ങനത്തെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്താണ്. ഓക്കെ, ഇസ് ഇറ്റ് ആൻ എക്സൈറ്റിംഗ് സബ്ജക്ട്? ആ ഒരു കാര്യമാണ് നമ്മൾ ആദ്യം എന്താ പറയാ തിരിച്ചറിയേണ്ടത്. പിന്നെ അത് മാത്രല്ല, ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഈ ഒരു 4 കൊല്ലത്തെ ഇവിടുത്തെ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസും നിങ്ങളുടെ മുന്നിലുണ്ടാവും. അതിലൊരു ഓപ്ഷനാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ ഹയർ എഡ്യൂക്കേഷനിൽ പോയാലുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അതിനുള്ള റൂട്ട് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഈ തുടക്കത്തിൽ തന്നെ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരിക എന്നുള്ള ഒരു ഉദ്ദേശം ഈ പ്രസന്റേഷനിലുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Okay, so basically I titled this presentation as opportunities in higher education for civil engineers. It's going to be a very fairly simple presentation to follow. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ പലരും സിവിൽ എഞ്ചിനീയേഴ്സിനെ എപ്പോഴാണ് കണ്ടിട്ടുള്ളത്? ദിസ് ഇസ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഓക്കെ, സോ പ്ലീസ് ഫീൽ ഫ്രീ ടു ഇന്ററാക്ട്. നിങ്ങൾ സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്താ? സ്പീക്ക് ഔട്ട്. ഞാനിവിടെ ഡോക്ടർ റോഹൻ ഭാസ്കർ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഐ എം ഹിയർ ആസ് യുവർ സീനിയർ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഒരു സിവിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഇമേജ് എന്താണ്? കൺസ്ട്രക്ഷൻ. എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറയൂ. ആദ്യം വേണ്ടത് ഏത് എഞ്ചിനീയർ ആയാലും ഏത് പ്രൊഫഷൻ ആയാലും ആദ്യം നിങ്ങൾ സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് വേണം. ഓക്കെ, ഫസ്റ്റ് ലെസൺ അതാണ്. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഇവിടെ ഈ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. എനിക്ക് നിങ്ങൾ എന്താ പറഞ്ഞത്, ശരിയാണോ പറഞ്ഞത്, തെറ്റാണോ പറഞ്ഞത്, ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഉത്തരം പറയുക. സിവിൽ എഞ്ചിനീയേഴ്സിനെ എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ്, അതായത് ഇപ്പൊ ബിൽഡിങ്സ് ആയാലും ബ്രിഡ്ജസ് ആയാലും പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ്, ഡാംസ്, പെൻസ്റ്റോക്ക് സ്ട്രക്ചേഴ്സ്, കൂളിംഗ് ടവേഴ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഇതൊക്കെ കൺസ്ട്രക്ഷൻ ആയി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് ബിൽഡിങ്സ് ആവാം, റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആവാം, എന്താ പറയാ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസ് ആവാം, അങ്ങനെ പല ഫാക്ടേഴ്സ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സിവിൽ എഞ്ചിനീയേഴ്സ് എന്താണ് പഠിക്കുന്നത് അതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ വേണം. ഇപ്പൊ നിങ്ങൾ ഇപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഓബ്വിയസ് നിങ്ങൾ എന്താണ് കാര്യമായിട്ട് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിക്കുക. ഇപ്പൊ നിങ്ങൾ എയറോസ്പേസ് ആണ് കിട്ടിയെച്ചാൽ യു വിൽ ബി ലേണിംഗ് അബൌട്ട് എയറോസ്പേസ് സ്ട്രക്ചേഴ്സ് ഓർ തിങ്സ് ദാറ്റ് ടേക്ക് ഫ്ലൈറ്റ് ലൈക്ക് എയറോപ്ലെയിൻസ് ഓർ റോക്കറ്റ്സ്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇവിടെ ആദ്യത്തെ 2 സ്ലൈഡിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വലിയ ഡെഫിനേഷൻ ഒന്നും കയറി പഠിക്കൊന്നും വേണ്ട. ഇത് വിക്കിപീഡിയയിലുള്ള ഡെഫിനേഷൻ ആണ്, അതൊന്നും നിങ്ങൾ കേട്ട് ഇതാക്കണ്ട. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഏർലിയസ്റ്റ് ഫോംസ് ഓഫ് എഞ്ചിനീയറിംഗ് ടു ഡെവലപ്പ് ഇൻ ദ വേൾഡ്. അപ്പം ബേസിക്കലി നമ്മളെ സ്റ്റോൺ ഏജ് മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ആണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു സ്റ്റോൺ ഏജ് ഇമാജിൻ ചെയ്യുക, അവിടെ മനുഷ്യന്മാർക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? അത് നോക്കി പറയണ്ട, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞോളൂ. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഷെൽട്ടർ വേണം. അതായത് നമ്മൾ കാട്ടിന്റെ ഇടയിലാണ് താമസിക്കുന്നത് വെച്ചാൽ വി നീഡ് സം ഫോം ഓഫ് പ്രൊട്ടക്ഷൻ ബോത്ത് ഫ്രം ആനിമൽസ് ആസ് വെൽ ആസ് ഫ്രം ദി എൻവയൺമെന്റ്. അപ്പം ആ ഒരു ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ നീഡ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആസ് വി ആർ പാർട്ട് ഓഫ് ദി എൻവയൺമെന്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം. അതായത് വി നീഡ് ടു കമ്മ്യൂട്ട് ഫോർ ഫുഡ്, ഫോർ വാട്ടർ, ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ്. ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം. ഈ 2 വളരെ ബേസിക് ആയ നീഡ്സിന്റെ മേലെ ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാഞ്ചാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് ഞാനിവിടെ 2 സ്ട്രക്ചേഴ്സ് ഞാൻ കാണിക്കാം. This is actually a house from Machu Picchu. Machu Picchu is in Peru in South America. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. This is an ancient structure. You can see how beautifully it's constructed from natural rock.
ഇത് വെറും സ്റ്റോൺ മേസൺറി വെച്ച് കൺസ്ട്രക്ട് ചെയ്ത ഒരു ഇതാണ്. ഇപ്പോഴത്തെ മോഡേൺ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കൺസ്ട്രക്ഷൻ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷന് വേണ്ടി യു വിൽ സീ റീറ്റെയിനിങ് വാൾസ് ആൻഡ് യു വിൽ സീ കോംപ്ലെക്സ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഇത് അതൊന്നും ഇല്ലാണ്ട് വളരെ സിമ്പിൾ തമ്പ് റൂൾസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോൺ മേസൺറി. ഇവിടെയാണ് നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ജേർണി തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ മാത്രല്ല ഇത് ഷെൽട്ടറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തേതാണ് ഫ്രീ മൂവ്മെന്റ്. ഫ്രീ മൂവ്മെന്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഓരോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനും നമുക്ക് മൂവ്മെന്റ് പോസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സ്ട്രക്ചേഴ്സ്. ഇത് കാണുന്നത് ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ആണ്. കോൺക്രീറ്റ് ഇല്ല, സ്റ്റീൽ ഇല്ല, അങ്ങനത്തെ ഒരു തരത്തിലുള്ള മെറ്റീരിയൽസും ഇല്ലാണ്ട് നാച്ചുറൽ റൂട്ട്സ് വെച്ചിട്ട് വെജിറ്റേഷൻ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ബേസിക്കലി ദ ഐഡിയ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, അപ്പൊ ഇതിനെ സിവിൽ എഞ്ചിനീയറിംഗ് വിളിച്ചിരുന്നില്ലെങ്കിലും ദ ഐഡിയ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഹാസ് ഓൾവേസ് ബിൻ പോപ്പുലർ അമംഗ്സ്റ്റ് അവർ സൊസൈറ്റി. പക്ഷെ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യു സീ 2 bridges, 2 എണ്ണം കാണുന്നില്ലേ? അതെന്തിനാ? ഒരെണ്ണം പോരെ? ഇറ്റ്സ് എസെൻഷ്യലി ടു ക്രോസ് ദ റിവർ. ഒരെണ്ണം പോരെ? വൈ ഡു യു നീഡ് ടു? നമ്മളാരും ഇപ്പം എമർജൻസിക്ക് ഒരു എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടാമതൊരു ബ്രിഡ്ജ് കെട്ടാറില്ലല്ലോ. വൈ ഡു ദേ നീഡ് ടു? കം ഓൺ, ഇറ്റ്സ് കോമൺ സെൻസ്. പറഞ്ഞോളൂ, തെറ്റിക്കോട്ടെ, സാരില്ല. പറഞ്ഞു തെറ്റുന്നതാണ് പറയാതിരിക്കുന്നതിനേക്കാളും നല്ലത്. That way you will learn. See, it's passing a water body, right? Okay. നിങ്ങൾക്ക് ഭാവിയിൽ എത്ര മഴ പെയ്യും, അതിലെ വെള്ളത്തിന്റെ ലെവൽ എത്ര ഉണ്ടാവും, ഡു യു നോ? സോ ഇഫ് യു ഹാവ് എ പാസ് ലൈക്ക് ദിസ്, ഈ താഴത്തെ പാസിന്റെ കൺവീനിയൻസ് എന്ന് പറയുന്നത് എന്താ? അധികം ഇത് കയറ്റൊന്നും കയറണ്ട, ഈസിലി നമുക്ക് താഴത്തെ ലെവലിൽ നിന്ന് തന്നെ വി ക്യാൻ ട്രാൻസ്പോർട്ട്. മേലെ വരെ കയറേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻ കേസ് there is a flood. Okay, if the water level rises, in case there is a flood, what will happen? ആ താഴത്തെ ഏരിയ it becomes inaccessible. Okay, പിന്നെ ഇതിനെ ക്രോസ് ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എത്രയോ കിലോമീറ്റർ നടന്നിട്ട് വേണം ചിലപ്പോ അപ്പുറത്തേക്ക് എത്താനുള്ളൊരു ആക്സസ് ഉണ്ടാവുള്ളൂ. സോ ഇതെന്ന് പറയുന്ന ഒരു ഫ്ലഡ് സർക്കംസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു രണ്ടാമത്തെ ഒരു ബ്രിഡ്ജ്. So what do you understand from this? Civil engineers have always been interacting with the environment. അതായത് നമ്മുടെ എൻവയൺമെന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ എപ്പോഴും നടന്നിരുന്നത്. ഓക്കെ, അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പലപ്പോഴും എന്തൊക്കെയാ കാണുന്നത്, എയർപോർട്ട് വെള്ളത്തിന്റെ അടിയില്, സിറ്റി മുഴുവൻ വെള്ളത്തിന്റെ അടിയില്. ഈ ഇൻഫർമേഷൻ ഒക്കെ ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ബിക്കോസ് വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് നേച്ചർ. We are not understanding how prone a certain location is to different types of natural disasters. അത് കാരണമാണ് ഇപ്പോഴത്തെ പല പ്രശ്നങ്ങളും വരുന്നത്. So this is where civil engineering has started. ഇനി ഇത് വഴി ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് അവിടെ വന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഓവർ ദ നെക്സ്റ്റ് 4 years നിങ്ങൾ പല സബ്ജക്ട്സും പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈ സബ്ജക്ട്സ് എല്ലാം ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബേസിക് ഈ 2 നീഡ് എന്നാണ്. ഓക്കെ, വിച്ച് ഇസ് ഷെൽട്ടർ or protection and movement. അപ്പം ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇറ്റ്സ് ഈസി ഫോർ ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി വാട്ട് ഇറ്റ്സ് അബൌട്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അതിനെ പറ്റിയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. ഇത് ഒറ്റ കോഴ്സ് ആയിരിക്കില്ല, ഇത് പല സെമസ്റ്റേഴ്സിലും കൂടെ പല പല പീസസ് ആയിട്ട് നിങ്ങൾ ഈ സബ്ജക്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഹൗ ഡു യു കൺസ്ട്രക്ട് എ സ്ട്രക്ചർ വിച്ച് ഇസ് സേഫ്, which is serviceable, which is aesthetic, and which is economical. Okay, because you can make something more safe by investing a lot of money. Okay, paisa കൂടുതൽ കൊടുത്തിട്ട് നമുക്ക് ഒരു സാധനത്തിനെ സേഫ് ആക്കാൻ പറ്റും. Okay, but how do we economically achieve that safety? ആ ഒരു കാര്യം, ആ ഒരു ട്രേഡ് ഓഫ് സ്റ്റഡി എന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. So this is related to construction. Okay, and construction നമുക്ക് ചെയ്യണമെങ്കിൽ we need materials. Okay, so you need a fair understanding of what materials are out there, or what are its advantages and disadvantages. ഇപ്പം ഒരു മേസൺറി, ഇപ്പം നേരത്തെ ഫിഗറിൽ ഞാനൊരു സ്റ്റോൺ മേസൺറി സ്ട്രക്ചർ കാണിച്ചു തന്നു. ഓക്കെ, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് അഡ്വാൻറ്റേജസ്. ആസ് ലോങ് ആസ് ദർ ഇസ് ഓൺലി ഗ്രാവിറ്റി ലോഡ് ദാറ്റ് ഇസ് ആക്ടിങ് ഓൺ ദോസ് ബിൽഡിംഗ്സ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി സേഫ്. പക്ഷെ നേരെ മറിച്ച് ഇഫ് യു കൺസ്ട്രക്ട് ദ സെയിം ബിൽഡിംഗ് ഇൻ എ സൈസ്മിക്കലി ആക്റ്റീവ് റീജൻ,
Okay, the stones will get dislodged and everything will crumble down. ഓക്കെ, അപ്പം ഇതിനെയൊക്കെ പറ്റി നമ്മൾ അപ്പം at the end of the day we need an understanding of different construction typologies. Construction typologies could be reinforced concrete, it could be steel buildings, it could be masonry and so on. Okay, അപ്പം സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആണ്. അതായത് വാട്ട് ആർ ദ ഡിഫറെന്റ് മെറ്റീരിയൽസ് ദാറ്റ് ആർ അവൈലബിൾ ഔട്ട് ദെയർ, ഓരോന്നിന്റെയും അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്താണ്, ആൻഡ് ഹൗ ഡു വി ഇൻകോർപ്പറേറ്റ് ദിസ് ഇൻ ദി കൺസ്ട്രക്ഷൻ പ്രോസസ്. ഇതായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ബ്രോഡ് ഏരിയ ദാറ്റ് യു വിൽ ബി സ്റ്റഡിങ്. ഈ ഒരു ഫിഗർ ഞാൻ ഇവിടെ വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് GFRG ബിൽഡിംഗ്. GFRG എന്ന് പറയുന്നത് ഗ്ലാസ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് ജിപ്സം. ഈ ജിപ്സം എന്ന് പറയുന്ന മെറ്റീരിയൽ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്. അതായത് സിമെന്റ് ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്ന ഒരു സാധാരണ ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആണ് ജിപ്സം. ഈ ജിപ്സം എന്നുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടമാണിത്. IIT-യിൽ സ്റ്റുഡൻസും ഫാക്കൽറ്റി മെമ്പേഴ്സും ഇനിഷ്യേറ്റീവ് എടുത്ത് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്താണ്. നിങ്ങൾ IIT മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഇത് ക്യാമ്പസിൽ കാണാം. ഓക്കെ, സോ ദിസ് ഇസ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്. ഓക്കെ, അതായത് വളരെ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന ഒരു സാധനം, ഹൗ ക്യാൻ വി മോൾഡ് ഇറ്റ് ഇൻ ടു എ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിമെന്റ് ഇല്ലെങ്കിൽ ഒരു ആഷ് പോലെ വെറുതെ കിടക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ് വി മെയ്ഡ് സംതിങ് യുണീക് ലൈക്ക് ദിസ്. അതേപോലെ തന്നെ ഇത് വേറൊരു കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ് എന്ന് പറയും. അതായത് നിങ്ങൾക്ക് എല്ലാവരും പ്രിന്റർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, പ്രിന്ററിൽ എന്താണ് ചെയ്യുക, ഒരു പേപ്പർ കൊടുക്കും, അതിൽ നമുക്ക് വേണ്ട സാധനം അത് പ്രിന്റ് ചെയ്തിട്ട് തിരിച്ചു തരും. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രിന്റർ ഉപയോഗിച്ച് പല ലെയേഴ്സിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. ഇതും IIT മദ്രാസ് ക്യാമ്പസിൽ ഉണ്ടാക്കിയതാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് 3D പ്രിന്റഡ് ബിൽഡിംഗ് ഇൻ ഇന്ത്യ. 3D printed building, 3D printed structure-ഉം IIT മദ്രാസിൽ തന്നെയാണ്. That was a very small shed. Okay, just imagine ഒരു printing എന്നുള്ള ഒരു basic technology which is not even related to conventional civil engineering നമ്മൾ ഉപയോഗിച്ചിട്ട് we are constructing something so unique. Okay, that is where we are today. പിന്നെ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇരിക്കുന്നത് എവിടെയാണ്? It's on the soil. Okay, so we should have a fair understanding of how soil behaves. കാരണം it is important because all our structures are resting on the soils and the structures can also be in the vicinity of slopes. Okay, അപ്പോൾ ഒരു സ്ലോപ്പിന്റെ അടുത്തൊക്കെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വെച്ചാല് ഈ മറ്റേ ആ സ്ലോപ്പിന് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും. അതേ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് നമ്മൾ എങ്ങനെയാണ് ഒരു ലാൻഡ് മാസ് സേഫ് ആണോ അല്ലയോ എന്നുള്ള റേറ്റ് ചെയ്യുക. So soil mechanics and foundation engineering, which comes under the purview of geotechnical engineering, that's again something that you are going to be learning. പിന്നെ എല്ലാ സ്ട്രക്ചേഴ്സും കരയിലാണോ? Is everything on soil? No, we have structures that are in the ocean. So accordingly we have two other branches, which is water resources engineering and offshore engineering. Okay, ഇതും നിങ്ങൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്ട് എത്ര വാസ്റ്റ് ആണ്. കാരണം ഈ ഇപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗും പിന്നെ പറഞ്ഞ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഹാവ് എ വെരി ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിങ്. ഇനി തിങ്സ് ഗെറ്റ് ഈവൻ മോർ ട്രിക്കിയർ. ഇത് ഇത്രയും പറഞ്ഞ ബ്രാഞ്ചസ് ദേ വർ മോട്ടിവേറ്റഡ് ബൈ വാട്ട്? ദ നീഡ് ഫോർ ഷെൽട്ടർ ഓർ പ്രൊട്ടക്ഷൻ. രണ്ടാമത് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഫ്രീ മൂവ്മെന്റ്. ഓക്കെ, അത് കാരണം മോട്ടിവേറ്റഡ് ആയ ഒരു ബ്രാഞ്ചാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അതായത് നമുക്ക് എന്ത് കമ്മോഡിറ്റി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിലും വി നീഡ് സം ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. സോ വെദർ ഇറ്റ് ബി ഹൈവേസ്, റെയിൽവേസ്, എയർവേസ് ഓർ വാട്ടർവേസ്, നമുക്ക് അതിലെ ഓരോ എലമെന്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതൊരു സിവിൽ എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ഇതിലും ഒക്കെ വളരെ ഇതൊരു വളരെ ഫേമസ് ആയ ഒരു മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. നിങ്ങൾക്ക് കാണാം ഹൗ കോംപ്ലെക്സ് ദീസ് സ്ട്രക്ചേഴ്സ് ആർ വേർ വി ആർ ടുഡേ. ഇൻ ദ ഫ്യൂച്ചർ ഇതൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സാധനങ്ങളാണ്, ഹോപ്പ്ഫുള്ളി വൺ ഡേ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ എന്തിനായിരുന്നു? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ബട്ട് ഓൾ ഓഫ് us are, to be very honest, are very lazy. ഓക്കെ, നമുക്ക് അവിടെ പോയി സാധനം എടുക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പം അവിടുന്ന് ഇങ്ങോട്ടേക്ക് സാധനം എത്തുന്നതാണ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് വി നീഡ് ഓൺ എ ഡെയിലി ബേസിസ് വിച്ച് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്? നമുക്ക് എന്ത് മെറ്റീരിയൽ ആണ് കളക്ട് ചെയ്യേണ്ട ഓൺ എ ഡെയിലി ബേസിസ്, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേറെ ഒരു സാധനവും ഇല്ല. നമ്മുടെ ബേസിക് നീഡ്സ് എന്താ ഒരു ദിവസത്തെ?
ഏറ്റവും ആദ്യം എല്ലാവരും എന്താ പറയാ, ഭക്ഷണം അല്ലെ? ഭക്ഷണം നമുക്ക് പല സാധനങ്ങളും കഴിക്കാം, പക്ഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനം എന്താ? വാട്ടർ. ഓക്കെ, വി കനോട്ട് കോംപ്രമൈസ് ഓൺ വാട്ടർ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി വെള്ളം കളക്ട് ചെയ്യാണ്ട് ഹൗ ക്യാൻ വി ഗെറ്റ് വാട്ടർ ടു വേ വി വോണ്ട്? അതും വെറുതെ വെള്ളം എത്തിക്കുക മാത്രമല്ല, ഹൗ ഡു വി എൻഷുർ ദാറ്റ് വി ഗെറ്റ് ഗുഡ് ക്വാളിറ്റി ഓഫ് വാട്ടർ, and how do we ensure that both quality and quantity requirements for water are delivered to? അപ്പൊ ആ ഒരു സബ്ജക്റ്റ് ആണ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് വാട്ടർ മാത്രമല്ല, എൻവയൺമെന്റിൽ നിന്ന് വരുന്ന എല്ലാ നമുക്ക് വേണ്ട കാര്യങ്ങളും എങ്ങനെ നമുക്ക് എത്തിക്കാം എന്നുള്ള സബ്ജക്റ്റ് ആണ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം ഇറ്റ്സ് നോട്ട് ഓൺലി വാട്ടർ ക്വാളിറ്റി, എയർ ക്വാളിറ്റി, നോയ്സ്, ഇതെല്ലാം സോളിഡ് വേസ്റ്റ്, ഇതിനെയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ദിസ് ഇസ് എ ടിപ്പിക്കൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇതൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ എങ്ങനെ ഡിസൈൻ ചെയ്യും എന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സ് ആണ്. ഇതൊക്കെ കുറച്ച് ഹയർ സെമസ്റ്റേഴ്സിൽ S8 ഒക്കെ എത്തുന്ന സമയത്താണ് നിങ്ങൾ പഠിക്കുക. But you will take baby steps and finally learn this. And finally, geomatics engineering. Geomatics engineering ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും അറിയാം, നിങ്ങൾക്കൊക്കെ GPS ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ പലരും സിവിൽ എഞ്ചിനീയേഴ്സ് ആയി ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് സർവേ ചെയ്യാൻ വരുന്ന സമയത്ത് ആൾക്കാർ സർവേ ചെയ്യാൻ വരുന്ന അവരെയായിരിക്കും നിങ്ങൾ കോമൺലി കാണുക. അതായത് നമ്മൾ എങ്ങനെ ഭൂമിയിലുള്ള പല പോയിന്റ്സും നമ്മൾ വളരെ ഡിഫൈൻഡ് ആയിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, എങ്ങനെ ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗിന്റെ സബ്ജക്ട്. ഇതിലാണ് നിങ്ങൾ ഫോട്ടോഗ്രാമെട്രി, അതേപോലെ GPS, അതേപോലത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതൊക്കെ വരുന്ന ഈ ഒരു കാറ്റഗറി. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, തുടങ്ങിയ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നാണ്, അവസാനിച്ചത് എൻവയൺമെന്റലിലൊക്കെയാണ് അവസാനിച്ചത്. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. ഒന്നൊരു എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ബയോളജി ബേസ്ഡ് സബ്ജക്ട് മാതിരിന്റെ എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്, വിച്ച് ഇസ് എ മിക്സ് ഓഫ് ബയോളജി ആൻഡ് കെമിസ്ട്രി. വേറസ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എൻഡ് നോക്കുമ്പോൾ ഇറ്റ്സ് മോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, മെക്കാനിക്സ് ആൻഡ് കെമിസ്ട്രി. അപ്പൊ അത്രയും ബ്രോഡായ ഒരു സബ്ജക്ട് ആണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി, ബട്ട് ഐ എം ടെലിംഗ് യു ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ. ഓക്കെ, അപ്പം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് വേ വി ആർ സ്റ്റാൻഡിങ് ടുഡേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല്, സി these are some of the biggest towers in the world. Okay, you can see a structure here. It's blocked by that message, which is about 1.2 kilometers high. Okay, നിങ്ങൾ imagine ചെയ്യുക, ഒരു building, it's 1.2 kilometers high. ഇമാജിൻ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ടു ഗിവ് യു, നിങ്ങൾ സർവേയും നിങ്ങൾക്ക് മെഷർമെന്റ്സിനെ ഒക്കെ പറ്റി നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ശരാശരി ഈ ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 3 to 3.5 meters ഹൈ. അപ്പൊ ഒരു 1200 മീറ്റർ എത്തണമെങ്കിൽ എത്ര, അബൌട്ട് 400 ഫ്ലോർസ്. ഇതേപോലെ 400 ഫ്ലോറുകൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്ട്രക്ചർ ആണിത്. ജസ്റ്റ് തിങ്ക് ഹൗ അമേസിംഗ് ഇറ്റ് ഇസ്. ഓക്കെ, ഇതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ മെറ്റീരിയല്, ഇതിന്റെ മേലെയുള്ള എല്ലാ സാധനത്തിന്റെയും സ്ട്രക്ചറിന്റെയും വെയിറ്റ് താങ്ങണം. സ്ട്രക്ചറിന്റെ വെയിറ്റ് താങ്ങണം, അതിന്റെ ഓക്യുപ്പൻസിന്റെ വെയിറ്റ് താങ്ങണം, അതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ വെയിറ്റും താങ്ങണം. ജസ്റ്റ് ഇമാജിൻ ഹൗ സൊഫിസ്റ്റിക്കേറ്റഡ് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് ടെക്നീക്സ് ആർ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഇതാക്കണമെങ്കിൽ. ആൻഡ് ഡെവലപ്മെന്റ്സ്, ബിൽഡിങ്സ് മാത്രമല്ല, വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്, ബ്രിഡ്ജസ്, ഡാംസ്, ഇന്റർസെക്ഷൻസ്, ആൻഡ് ഇതൊക്കെ വളരെ കോമൺ ആയി കാണുന്ന സാധനമാണ്. ഈ ഇപ്പൊ ഒരു ഡാം എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കും, വൈ ഇസ് ദിസ് ഡാം കർവ്ഡ് അപ്സ്ട്രീം ആൻഡ് നോട്ട് ഡൗൺ സ്ട്രീം. ഇതൊരു കർവ്ഡ് ഡാം ആണല്ലോ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? മറ്റേ മാതിരി തിരിഞ്ഞിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പ്രശ്നമുണ്ട്. അതെന്താണ് എന്നുള്ളത് once you learn structural analysis you will understand. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതായത് ഇത് സിവിൽ എഞ്ചിനീയറിംഗ് ഇസ് അബൌട്ട് ബെയർ സസ്റ്റനൻസ്. അതായത് വളരെ ബേസിക് ആയ 2 റിക്വയർമെന്റ്സ് അഡ്രസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അതേപോലെ now recently there are new structures. ഇതിനെ ബിൽഡിംഗ് എന്ന് വിളിക്കണോ എന്ത് വിളിക്കണം എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത പല ടൈപ്പ് സ്ട്രക്ചേഴ്സും വരുന്നുണ്ട്. ദാറ്റ്സ് ഹൗ മച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഹാസ് ഗ്രോൺ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ, ഇഫ് യു ഡു എ ഗുഡ് ജോബ് ലേണിംഗ് വാട്ട് യു ആർ സപ്പോസ് ടു, ഇതൊക്കെ ദീസ് ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ അച്ചീവ്. ഇതില് പല സ്ട്രക്ചേഴ്സും ഡിസൈന് ബിടെക് ഡിഗ്രി മാത്രം വെച്ചിട്ട് ഡിസൈൻ ചെയ്ത ആൾക്കാരുണ്ട്. പല ബുർജ് ഖലീഫയിലേക്ക് പല എഞ്ചിനീയേഴ്സും ബിടെക് ഹോൾഡേഴ്സും മാത്രമാണ്.
ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു. ആൻഡ് ഫൈനലി ദിസ് ഇസ് കോൾഡ് ദ നെസ്റ്റ്. ഇത് പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ദ സ്റ്റേഡിയം. അപ്പം ഇതിനെ എന്താ വിളിക്കുക, ബിൽഡിംഗ് എന്ന് വിളിക്കാൻ പറ്റുമോ? സോ ഇറ്റ്സ് എ വെരി യുണീക് സ്ട്രക്ചർ, റൈറ്റ്? അപ്പം മോഡേൺ ഡേ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ആൻഡ് വി ആർ സ്റ്റിൽ കീപ്പിംഗ് ഓൺ പുഷിംഗ് ദ ബൗണ്ടറീസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മളെ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വി ഹാഡ് പിറമിഡ്സ്. പിറമിഡ്സ് എങ്ങനെയാ? they taper from the bottom to the top. താഴെ ബേസ് അധികമായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സ്ട്രെസ്, നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലെങ്കിൽ പ്രഷർ എന്താന്നുള്ളത് ഒരു വേഗ് ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ട്. ബിക്കോസ് ഇൻ +1 +2 യു ലേൺ മെക്കാനിക്സ്. ഓക്കെ, അപ്പം താഴത്തെ ഒരു ബിൽഡിങ്ങിന്റെ താഴെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്, മെറ്റീരിയലിന്റെ സ്ട്രെസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്തത്? they didn't know these complicated engineering stuff. അവരെന്ത് ചെയ്തു? മേലെ കുറച്ച് മെറ്റീരിയലും താഴത്തേക്ക് കൂടുതൽ മെറ്റീരിയലും വെച്ചു. ബിക്കോസ് ഒരു പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. സ്ട്രെസ് ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് പ്രഷർ. ഓക്കെ, അപ്പൊ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ? പ്രഷർ കുറയും. ദ മെറ്റീരിയൽ വിൽ ബി ഏബിൾ ടു ടേക്ക് ദാറ്റ് പ്രഷർ. ഈ ഒരു ലോജിക് വെച്ചിട്ടായിരുന്നു പണ്ടൊക്കെ കൺസ്ട്രക്ഷൻ നടന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ സ്ട്രക്ചേഴ്സ് ആർ സോ സ്ലെൻഡർ. ഓക്കെ, ലെഫ്റ്റില് കാണുന്ന ആ സ്ട്രക്ചറിന്റെ ഹൈറ്റ് 30 മീറ്റർ ആണ്. ആൻഡ് യു ക്യാൻ സീ ഹൗ ബ്രോഡ് ഇറ്റ് സ്പേസസ്. ഓക്കെ, 30 മീറ്റർ ആണ് ആ സ്ട്രക്ചറിന്റെ. ഇത് നേരെ മറിച്ചിട്ട് ഏകദേശം ക്ലോസ് ടു 900 മീറ്റേഴ്സ് ആണ്. ലുക്ക് ഹൗ സ്ലെൻഡർ ഇറ്റ് ഇസ്. ഓക്കെ, അപ്പം ഒപ്റ്റിമൈസേഷൻ ആൻഡ് ഡിസൈൻ, ഇതൊക്കെ these are different examples of how civil engineering has evolved over the past several years. And it's not every civil engineering problem is unique. നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവും, ഒരേ മാതിരി തോന്നും. അതായത് പല കോൺട്രാക്ടേഴ്സും ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നമ്മളൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറൊരു വീട് ഏകദേശം അതേ സിറ്റിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതേപടി റെപ്ലിക്കേറ്റ് ചെയ്യാന്നാണ് പലരും വിചാരിക്കാറ്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് ഓൾവേസ് ട്രൂ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഫിഗറിൽ ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ ടിപ്പിക്കലി IIT-യിൽ സ്ട്രക്ചറൽ അനാലിസിസ് ട്യൂട്ടോറിയൽ നടത്തുന്ന സമയത്ത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത്. ദിസ് ഇസ് ദ ഹാർലെം റിവർ. ദിസ് ഇസ് ഹാർലെം റിവർ ഇൻ ന്യൂയോർക്ക്. ഇവിടെ 3 ബ്രിഡ്ജുകൾ കാണാം ഈ ഫിഗറിൽ. പിന്നിലോട്ടേക്ക് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. 3 ബ്രിഡ്ജുകൾ ഉണ്ട്. കാണാൻ ഒക്കെ ഒരേ സ്പാന് ഉള്ള ബ്രിഡ്ജസ് ആണ്, ഒരേ സ്പാനുള്ള ബ്രിഡ്ജാണ്. അതേപോലെ തന്നെ ഒരേ മൈത്തെ എല്ലാം ആർച്ച് ബ്രിഡ്ജസ് ആണ്. കാണാൻ ഒക്കെ സെയിം ആയിരിക്കാം, പക്ഷെ ഈ 3 തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ബ്രിഡ്ജസ് ആണ്. ഇത് ഇങ്ങനെ ഒരു യുണീക്ക് പോയിന്റ് ലോകത്തിൽ വേറെ എവിടെയും ഇല്ല. ഇതേമാതിരി സെയിം ഒരേ മാതിരത്തെ 3 ബ്രിഡ്ജസ്, പക്ഷെ 3 തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ഉള്ളത്. ഇതെന്താന്നുള്ളത് ബിഹേവിയറിലെ വ്യത്യാസം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറിലെ സ്ട്രക്ചറൽ അനാലിസിസിൽ പഠിക്കും. ഒരു 3 ഹിഞ്ച് ആർച്ചും 2 ഹിഞ്ച് ആർച്ചും ഫിക്സഡ് ആർച്ചും തമ്മിലുള്ള ബിഹേവിയറിലെ വ്യത്യാസം. അപ്പം മൈ പോയിന്റ് ഇസ് ദിസ്, അതായത് നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ എൻഡ് ഗോള് സെയിം ആയിരിക്കാം, പക്ഷെ പല ഫാക്ടേഴ്സ് കാരണം നമുക്ക് ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നമുക്ക് കുറെ സൗണ്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അതായത് നമുക്കിപ്പം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് പല സോഫ്റ്റ്വെയർ ഉണ്ട്. നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ് ഒക്കെ ഉപയോഗിക്കുന്നല്ലേ, എക്സൽ ഒക്കെ ഉപയോഗിച്ച്, അതേപോലെ തന്നെ പല സോഫ്റ്റ്വെയർസും നമുക്ക് ഉണ്ടാവും. പക്ഷെ ഈ നമ്മള് സോഫ്റ്റ്വെയറിന് നമുക്ക് കിട്ടുന്ന ആ ഒരു സംഗതി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് അറിവ് നമുക്ക് വേണം. അതായത് ഞാനിപ്പം ഒരു 2 നില കെട്ടിടം നിർമ്മിച്ചതിന് ശേഷം എനിക്ക് താഴെ ഓരോ സപ്പോർട്ടിലും ഫൗണ്ടേഷനിലും വരുന്ന ലോഡ് 1000 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള, ആ നമ്പേഴ്സ് വെച്ച് തിരിച്ചറിയാനുള്ള അറിവെങ്കിലും എനിക്ക് വേണം. അപ്പം ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബിടെക് പ്രോഗ്രാമിൽ സാധാരണ നമ്മൾ ചെയ്യാറ്. അപ്പം നിങ്ങൾ ഈ ജേർണി നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൽ നിങ്ങൾ പല സബ്ജക്ട്സ് കൂടിയും കടന്നു പോകും. അപ്പൊ ഒരു 4 ഇയർ ബിടെക് പ്രോഗ്രാം നമ്മൾ ടിപ്പിക്കലി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഫൗണ്ടേഷൻ ലെവൽ കോഴ്സസ് വെച്ചിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ ഫുള്ള് പഠിക്കാൻ പോകുന്നത് വളരെ എലമെന്ററി ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന്റെ ഉള്ളിൽ എഞ്ചിനീയറിംഗ് എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക, അതാണ് ഫസ്റ്റ് ഇയറിന്റെ ഒബ്ജക്റ്റീവ്. അപ്പൊ നിങ്ങൾ കുറച്ച് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കുറച്ച് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ, അങ്ങനെ എല്ലാം കുറച്ച് നിങ്ങൾ പഠിക്കുകയായിരിക്കും ഫസ്റ്റ് ഇയർ തുടങ്ങുക. ഇവിടെയാണ് നിങ്ങളെ ജേർണി തുടങ്ങുന്നത്. ബട്ട് ആസ് യു റീച്ച് യുവർ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ നിങ്ങൾ കൂടുതൽ സബ്ജക്റ്റില് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾ ഇത് പോവാൻ
നിങ്ങൾ ഇമ്മേഴ്സ് ചെയ്യും. നിങ്ങൾ കുറച്ച് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കും, കുറച്ച് ജിയോടെക് പഠിക്കാൻ തുടങ്ങും. അങ്ങനെ യു വിൽ സ്റ്റാർട്ട് വിത്ത് ഡിഫറെന്റ് കോഴ്സസ്. Obviously difficulty will go on increasing with each semester. Okay, that will happen. അപ്പം തിയറി ഉണ്ടാവും. അപ്പം നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, വി നീഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അല്ലെ. അപ്പം അതും നിങ്ങൾക്ക് ഉണ്ടാവും. യു വിൽ ഹാവ് കോർ ലബോറട്ടറി കോഴ്സസ്. കോർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് കമ്പൽസറി. ഓക്കെ, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യണ്ട എന്നല്ല. അപ്പം it's mandatory. You will have different courses, strength of materials course, laboratory. You will have lab transportation lab, geotechnical engineering lab, environmental engineering lab. Idakke you will have hands on experience. Okay, അപ്പം അങ്ങനത്തെ കോഴ്സുകൾ നിങ്ങൾ വരും. പിന്നെ കുറച്ചൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആയിരിക്കണം അല്ലെ. എല്ലാവരും ഒരേപോലത്തെ സിവിൽ എഞ്ചിനീയർ ഒരേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പം ഇവിടെയാണ് എലക്ടീവ്സ് വരുന്നത്. അതായത് നമുക്ക് കുറച്ച് കോഴ്സസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതില് ഓരോരുത്തർക്ക് ഏതാണ് കോഴ്സ് താല്പര്യം അത് സെലക്ട് ചെയ്യാം. സോ ഇറ്റ്സ് നോട്ട് എ കമ്പൽസറി കോഴ്സ്. എംടെക്കുകാരുണ്ട്. എംടെക്കുകാർക്കും ഇത് ബാധകമാണ് കേട്ടോ. എംടെക്കുകാർക്കും മറ്റേ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എലക്ടീവ് കോഴ്സുകൾ ഉണ്ടാവും, കമ്പൽസറി കോഴ്സുകളും ഉണ്ടാവും. അപ്പം ബേസിക്കലി ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റൽ എലക്ടീവ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അതേപോലെ ദിസ് വിൽ കൾമിനേറ്റ് ഇൻ എ ഫൈനൽ ഇയർ പ്രോജക്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഏത് ഏരിയയിൽ വേണമെങ്കിലും ആവാം. അത് നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് ഇൻട്രസ്റ്റ്, യു ചൂസ് എ ഗൈഡ് ഹു ഈസ് വർക്കിംഗ് ഇൻ ദാറ്റ് ഏരിയ, വർക്ക് വിത്ത് ദം ഓൺ ദാറ്റ് പ്രോജക്ട്. അത് ടിപ്പിക്കലി ഐ തിങ്ക് UG വി ടിപ്പിക്കലി ഹാവ് എ ഗ്രൂപ്പ് പ്രോജക്ട്. ഗ്രൂപ്പ് ആയിട്ടാണ് പ്രോജക്ട് ഉണ്ടാവുക, ഇൻഡിവിജ്വൽ അല്ല. സോ യു ഹാവ് ദാറ്റ് ആൻഡ് എവറിഥിങ് വിൽ കൾമിനേറ്റ് ഇൻ വാട്ട് ഇസ് കോൾഡ് ആസ് എ വൈവ വോസി എക്സാമിനേഷൻ. Okay, Viva VOC examination is where you will be asked questions from first year to fourth year. Okay, തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുന്ന ഏകദേശം 50 മേലെ കോഴ്സസിന്റെ ഇതിന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഭാഗ്യം വരുന്നവര് നമ്മളടുത്ത് ചോദിക്കാം. പ്ലസ് നിങ്ങളുടെ പ്രോജക്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിന്റെ ശരിക്കുമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക ഈ വൈവ വോസി എക്സാമിനേഷന്റെ സമയത്താണ്. കാരണം യൂണിവേഴ്സിറ്റി എക്സാംസ് അത് ഓരോ സെമസ്റ്ററിലും ഇത് നടക്കും. പക്ഷെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചതെന്ന് അറിയണമെങ്കിൽ ആ ഒരു വൈവ വോസി നടത്തിയാൽ മതി. ഓക്കെ, അപ്പം നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് 50+ കോഴ്സസ് ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങളെ അക്കാഡമിയ അതേപോലെ ഇൻഡസ്ട്രീന്റെ റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആക്കി നിങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇപ്പം സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, എന്റെ പ്രിയപ്പെട്ട സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സുഹൃത്തുക്കളും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. അതായത് നിങ്ങൾക്കും ഏകദേശം ഇതേപോലത്തെ കുറെ ഫോർമാറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് കുറെ കോർ കോഴ്സസ് ഉണ്ടാവും, അതേപോലെ കുറച്ച് എലക്ടീവ്സ് ഉണ്ടാവും. കോർ കോഴ്സസ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് എടുക്കണം. എലക്ടീവ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരു 2-3 കോഴ്സ് തരും, അതിൽ ഒരു 2 കോഴ്സ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സിലബസ് നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്കും ഒരു മാസ്റ്റേഴ്സ് പ്രോജക്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ പ്രോജക്റ്റ് ഇറ്റ് വിൽ ബി എ ലിറ്റിൽ മോർ ഇന്റൻസ്. ഓക്കെ, പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഈ ഓരോ ഡിസിപ്ലിനും ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഓരോ ഡിസിപ്ലിന്റെ അകത്തും പല പല സബ്ജക്ട്സും ഉണ്ട്. ഇപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാണ്, അതായത് ഇതിന്റെ അകത്ത് പല കാറ്റഗറി എന്ന് പറയുന്ന നിങ്ങൾ പലരും റീൻഫോഴ്സ് കോൺക്രീറ്റിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, സ്റ്റീലിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, മേസൺറിയിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, എന്നെ പോലെ എർത്ത് ക്വേക്ക് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, വിൻഡ് എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യാൻ പോകുന്നവരുണ്ടാവും, അതേപോലെ ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സിൽ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടാവും. അങ്ങനെ പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഉണ്ടാവും. അപ്പം ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ ഒന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രം. ഇനി ഇതാണ് ഇന്നത്തെ കാര്യം, ലാസ്റ്റ് സ്ലൈഡാണ്. ഇതിലാണ് ഞാൻ കാര്യമായിട്ട് ഇന്ന് പറയാനുള്ള ഒരു കാര്യം ഞാൻ ഇതാക്കുന്നത്. അതായത് നിങ്ങൾ ബിടെക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെയാണ് നമ്മളെ എംടെക് സുഹൃത്തുക്കളും ഇപ്പൊ നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് നമ്മളെ ബിടെക് ജേർണി 4 കൊല്ലത്തെ ജേർണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് നിങ്ങൾക്ക് തുടക്കത്തിലേ ഞാൻ കാര്യം പറഞ്ഞു തരികയാണ്, ജസ്റ്റ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദി എൻഡ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് സർവേയിങ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ട്. അത് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. അതിൽ പഠിക്കുന്ന ഒരു സാധനമാണ് പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിക്കുന്ന സാധനമാണ് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഈ ഫസ്റ്റ് വീക്ക് തന്നെ ആ സാധനം പഠിക്കും.
വാട്ട് ആർ ദ 2 പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ് എന്ന് പറഞ്ഞിട്ട് ആദ്യം പഠിക്കാൻ പോകുന്നത് വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ആണ്. ഓക്കെ, അതിന്റെ ബേസിസ് അപ്പൊ ആ ഒരു ഓവറോൾ പെർസ്പെക്റ്റീവ് തരാനാണ് ഞാൻ ഈ ഡയഗ്രാം ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബിടെക് ജേർണി ഈ 4 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പ്ലേസ്മെന്റ് വാങ്ങിച്ചിട്ട് ജോലിക്ക് കയറുക, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷന് പോവുക. ഇനി പ്ലേസ്മെന്റ് അല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലി ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ആണ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്റ്റിലാണ്. കാരണം എന്റെ മുന്നിലുള്ള സ്പീക്കർ ഓൾറെഡി ഇൻഡസ്ട്രീനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഹയർ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതായത് എംടെക് സ്റ്റുഡൻസിനും കൂടെ ബെനിഫിഷ്യൽ ആയ രീതിയിൽ ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ബിടെക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ പൻസു സാർ നേരത്തെ ഗേറ്റ് എന്നുള്ള പേര് പറഞ്ഞു. ഇനി നിങ്ങൾ ഭാവിയിൽ പല സാർമാരുടെ അടുത്ത് നിന്ന്, കൗസർ സാറിന്റെ അടുത്ത് നിന്നൊക്കെ ഇത് രാവും പകലും കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരു പേരാണ് ഈ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഈ മറ്റേ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെ, ഈ എല്ലാ എഞ്ചിനീയറിംഗിന്റെയും മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്കുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാമിന്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് IIT, IISc, NIT അതേപോലെ വേറൊരു ഹോൾ റേഞ്ച് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ എക്സാമിന്റെ മാർക്കിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. കാരണം ഈ ഒരു എക്സാം ഈ പറഞ്ഞ കോളേജൊക്കെ കവർ ചെയ്തു. നിങ്ങളുടെ ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗോൾ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറബിളി ഇപ്പൊ നിങ്ങൾ എവിടെയാണോ ഉള്ള അതിനേക്കാളും മേലെയുള്ള ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളതായിരിക്കണം. എംടെക്കുകാരുടെ അടുത്തും ഞാൻ പറയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് എഴുതിയിട്ട് നിങ്ങൾക്ക് PhDക്ക് കയറാൻ പറ്റുന്നതേ ഉള്ളൂ, ഇഫ് ദാറ്റ് ഇസ് യുവർ പ്രിഫറൻസ്. ഓക്കെ, അപ്പം ഈ ഗേറ്റ് എക്സാമിന്റെ ബേസിസിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിനെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2 ടൈപ്പ് മാസ്റ്റേഴ്സ് ആണ് ടിപ്പിക്കലി ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക്. ഒന്ന് മാസ്റ്റർ ഓഫ് ടെക്നോളജി, രണ്ടാമത്തത് മാസ്റ്റർ ഓഫ് സയൻസ്. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ഒരു കോഴ്സ് ബേസ്ഡ് പ്രോഗ്രാം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡോമിനന്റ്ലി കോഴ്സ് വർക്ക് ആയിരിക്കും, കുറച്ച് റിസർച്ചും. നേരെ മറിച്ച് നിങ്ങൾ മാസ്റ്റർ ഓഫ് സയൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കോഴ്സും കൂടുതൽ റിസർച്ചും. ഓക്കെ, അപ്പൊ അതിന്റെയാണ് വ്യത്യാസം. മാസ്റ്റർ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ടിപ്പിക്കലി ഇറ്റ് ഇസ് എ 2-year പ്രോഗ്രാം, 2 കൊല്ലത്തിൽ തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മാസ്റ്റർ ഓഫ് സയൻസ് അങ്ങനെ ഒരു എൻഡ് ഇല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിസർച്ച് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്ന അപ്പൊ തീരും എന്നുള്ള ഒരു കണക്കിനുള്ള ഒരു ഇതാണ്. ഇതിന്റെ രണ്ടിനുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് ഗേറ്റ് എന്ന് പറയുന്ന എക്സാം വഴിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതിന്റെ അഡ്വാൻറ്റേജ്, അപ്പം ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്ന സമയത്ത് ചിലർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരുണ്ടാവും, ഇനി ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും പല ഫിനാൻഷ്യൽ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാ. അപ്പം പലരും എന്താ പറയാ, ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കാരണം ഹയർ എഡ്യൂക്കേഷന് പോണ്ട എന്ന് വേണ്ടെന്ന് വെക്കുന്ന കുറെ പേരുണ്ട്. ഓക്കെ, നമ്മുടെ ഇടയിൽ തന്നെ കുറച്ച് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവര് ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ ഹയർ എഡ്യൂക്കേഷന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വേണ്ടാന്ന് വെക്കരുത്. ബിക്കോസ് നിങ്ങൾ എംടെക് ഇല്ലെങ്കിൽ MS-ന് ഈ പറഞ്ഞ ഈ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് എ സ്കോളർഷിപ്പ് ഓഫ് 12,400 rupees എവറി മന്ത്. ഓക്കെ, ഇത് എവറി മന്ത് ആണ്. കാരണം നിങ്ങൾ എംടെക്കിൽ ഇപ്പൊ ഈ IIT-ലൊക്കെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ട്യൂഷൻ ഫീസ് ആകപ്പാട് ഇറ്റ്സ് കമ്മിങ് ടു IIT മദ്രാസിൽ ഇറ്റ്സ് അബൌട്ട് 15,000 per semester. ഓക്കെ, ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് കവേഴ്സ് അബൌട്ട് 6 months. ഓക്കെ, ട്യൂഷൻ ഫീസ് ഇസ് അബൌട്ട് 15,000-16,000. നിങ്ങൾക്ക് ഓരോ മാസം യു ആർ ഗെറ്റിംഗ് 12,400, വിച്ച് മീൻസ് ഇഫ് യു എല്ലാ മാസവും ഒരു 3,000 രൂപ വെച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പേ ഫോർ യുവർ ഓൺ ഫീസ്. നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സഹായം ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ അടുത്താണ് ഞാൻ പറയുന്നത്. കാരണം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ യു ആർ എക്സ്പെക്ടഡ് ടു, നമ്മുടെ സൊസൈറ്റിയിൽ യു ആർ എക്സ്പെക്ടഡ് ടു ലുക്ക് ആഫ്റ്റർ ദ ഫാമിലി. അപ്പൊ നിങ്ങളുടെ മേലെ കുറെ പ്രഷർ വരും. ആ പ്രഷർ വരുന്നത് കൊണ്ട് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോവാതിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് there are financial aids. ഇതിപ്പോ ഞാൻ മെറിറ്റിന്റെ ബേസിസിൽ കിട്ടുന്ന ഒരു എയ്ഡിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാണ്ട് റിസർവേഷൻ ബേസിസിലും പല സ്കോളർഷിപ്സും ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും എന്താ റിസർവേഷൻ ഇതൊന്നും നോക്കരുത്, എല്ലാം നമ്മൾ മെറിറ്റിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. നിങ്ങളിപ്പോ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് മെറിറ്റിന്റെ ബേസിസിലാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്സ് ഇറ്റ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, സോ ഇതാണ് യുവർ ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ്.
ഇനി അതേപോലെ those of you who are doing masters, ഇപ്പം ഇവിടുത്തെ ആദ്യത്തെ സെറ്റ് ഓഫ് എംടെക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം ഇവർക്കും തന്നെ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഉള്ള ഒരു പോസിബിലിറ്റിയാണ് നിങ്ങൾ പല IITസും ഗേറ്റ് സ്കോറും കൺസിഡർ ചെയ്യും. സോ യു വിൽ ഹാവ് ടു റീറൈറ്റ് ദ ഗേറ്റ് എക്സാം അഗൈൻ. കൂടാതെ നിങ്ങൾ ഈ മറ്റേ താല്പര്യം ഉണ്ടെങ്കിൽ you can join the PhD program in any of the IITs or NITs provided that you have a good gate rank. പക്ഷെ അവിടെ ഗേറ്റ് മാത്രം മതിയാവില്ല, you will have to face an interview as well. ആ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. MTech admission to these institutes, in some cases it's only rank based, some cases you have to give interview as well. ഇപ്പൊ IIT മദ്രാസിലൊക്കെ IIT മദ്രാസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ just NIRF rank 1. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത് യു ഷുഡ് ഓൾവേസ് എയിം ഫോർ ദ ഹയസ്റ്റ്. അതിന്റെ താഴേക്ക് ഒന്നും നിങ്ങൾ എയിം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഫോർ സം റീസൺ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ there are other good options, അത്രേ ഉള്ളൂ. പക്ഷെ എയിം ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾവേസ് ടാർഗറ്റ് ദ ബെസ്റ്റ്. അപ്പൊ IIT മദ്രാസിലൊക്കെയാണ് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എന്താ പറയാ, നിങ്ങളെ ഗേറ്റ് റാങ്കിന്റെ ബേസിസിലാണ് MTech പ്രോഗ്രാമിൽ അഡ്മിഷൻ കിട്ടുക. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദ PhD പ്രോഗ്രാം യു വിൽ ഹാവ് ടു ഗിവ് എൻ ഇന്റർവ്യൂ ആസ് വെൽ. ഓക്കെ, അപ്പം ഇതില് വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്വാൻറ്റേജ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ മാസ്റ്റേഴ്സുകാർക്ക് ഇപ്പം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ദോസ് ഓഫ് യു ഹു ആർ ഡൂയിങ് BTech റൈറ്റ് നൗ ഹിയർ, നിങ്ങൾ MTech ഇല്ലെങ്കിൽ MS-ന് IITസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ IITസിലുള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് many of the IITs now have an option to upgrade to PhD. എന്ന് വെച്ച് കഴിഞ്ഞാല് 2 കൊല്ലം അവിടെ ഇരുന്നിട്ട് MTech ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ സെമസ്റ്റർ തന്നെ നിങ്ങൾക്ക് നല്ലൊരു CGPA മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഗിവൺ ദി ഓപ്ഷൻ ടു അപ്ഗ്രേഡ് ടു PhD. അപ്പം നിങ്ങൾ MTech പ്രോജക്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിങ് ഫ്രം ദി MTech സെക്കൻഡ് ഇയർ യു ആർ എ PhD സ്റ്റുഡന്റ്. ഓക്കെ, 1 കൊല്ലം സേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് അക്കോംപ്ലിഷ്മെന്റ്. കാരണം we are not wasting time doing a separate project for our MTech. Okay, അപ്പം this is an option that you have in most IITs today. അപ്പം അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻസ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് 31,000 when you start. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് പൈസ കിട്ടുന്നത്. Just imagine. കാരണം if you look at the PhD program at IITs and all, I think IIT Madras the fees was around 10,000 tuition fees for one semester. Okay, നമുക്ക് ഒരു മാസം കിട്ടുന്നത് 31,000. Okay, this is enough to pay for nearly 3 semesters. Okay, ഇത് first 2 years ആണ് 31, then it will increase to 35. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ my point is, നിങ്ങൾ ഒരിക്കലും ഫിനാൻഷ്യൽ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലും കരുതരുത്. ഈ ഒരു എഫേർട്ട് ഇപ്പൊ തന്നെ തുടങ്ങുക. ഇതൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ needless to say, joining an IIT or NIT, it will completely transform your life. നിങ്ങളുടെ ഇതിന്റെ ഒരു ട്രജക്ടറി തന്നെ മാറും if you join an NIT or IIT. നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതൽ നിങ്ങളുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിക്കുക. ഇവരൊക്കെ NITs, IITs, IISc എന്നൊക്കെ PhD ചെയ്ത ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ആൻഡ് യു ക്യാൻ ഗെറ്റ് ഫർദർ അഡ്വൈസ് ഓൺ ദിസ് ഫ്രം ദം. നമ്മളും വീണ്ടും ചിലപ്പോൾ എപ്പോഴെങ്കിലും കണ്ടുമുട്ടി എന്ന് വരാം. ആൻഡ് another option is PhD join ചെയ്ത് കഴിഞ്ഞാൽ if you are not satisfied with 31,000, there are other options as well. അതായത് if you choose a very good research project, you can also request for PMRF fellowship. PMRF എന്ന് പറയുന്നത് Prime Minister's Research Fellow. Okay, ഈ ഒരു സ്കോളർഷിപ്പിൽ നിങ്ങൾ സെലക്ടഡ് ആയി കിട്ടിക്കഴിഞ്ഞാൽ you will get about 70,000 rupees per month scholarship ഒരു മാസം. Okay, starting from the 4th year you will get 80,000. Okay, അപ്പം ഇതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് ഇത് ആൻഡ് വൺ ഗുഡ് തിങ് അബൌട്ട് ദ PMRF തിങ് ഇസ്, ഈ PMRF സ്കോളർഷിപ്പ് യൂഷ്വലി അവാർഡ് ചെയ്യുക അതായത് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഹ്യൂമൻ, അതായത് അപ്ലൈഡ് ആയിട്ടുള്ള പ്രോജക്ട്സിനാണ് ഈ മറ്റേ യൂഷ്വലി ഈ PMRF സ്കോളർഷിപ്പ് കിട്ടുക. ഈ സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് അതേപോലെ ഡയറക്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ സൊസൈറ്റീനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള പ്രോജക്ട്സിനാണ് യൂഷ്വലി ഈ PMRF ഇത് കിട്ടുക. സസ്റ്റൈനബിലിറ്റി എഞ്ചിനീയറിംഗ് അതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനത്തെ ടോപ്പിക്സിനൊക്കെയാണ് യൂഷ്വലി ഈ PMRF സ്കോളർഷിപ്പ് അവാർഡ് ചെയ്യുക. അപ്പം
ഇതൊക്കെ വരുന്നത് നമ്മളെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ പെർവ്യൂ. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട്സ് ആണ് ഇതൊക്കെ വരുന്നത്. നേരെ മറിച്ച് ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റിന് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഓഫ് കോഴ്സ് ടെക്നോളജി ഈസ് ഇമ്പോർട്ടന്റ്, പക്ഷെ ഡയറക്റ്റ് സൊസൈറ്റി ആയിട്ട് ഒരു കോൺടാക്ട് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് സിവിൽ എഞ്ചിനീയേഴ്സ്. അപ്പം ഇതിനും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ആൻഡ് മോർ ഓവർ, as a student of any of these reputed institutions, you can also go for foreign exchange programs. അതായത് most good institutions, they have MOUs. MOU എന്ന് പറയുന്ന മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്. അപ്പം ഒരു സെമസ്റ്ററോ 2 സെമസ്റ്ററോ നിങ്ങൾക്ക് പുറത്തെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് തിരിച്ചു വരാം. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം ആൻഡ് മോർ ഓവർ നിങ്ങൾക്ക് യു ഹാവ് സോ മെനി ഓപ്ഷൻസ് ടു വർക്ക് വിത്ത്. ഞാൻ തുടക്കത്തിലുള്ള സ്ലൈഡിൽ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തുടങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് മോർ മെക്കാനിക്സ് ബേസ്ഡ്. നമ്മൾ ആ ഒരു ലിസ്റ്റ് എൻഡ് ചെയ്തത് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗിൽ ഇറ്റ് വാസ് മോർ ബയോളജി ബേസ്ഡ്. ഓക്കെ, അപ്പൊ അത്രയും ഒരു വാസ്റ്റ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പാഷനുള്ള ഒരു സാധനം കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് ബേസിക്കലി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ദീസ് ആർ ഡിഫറെന്റ് ഓപ്ഷൻസ് ദാറ്റ് യു ഹാവ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ വൺസ് യു കംപ്ലീറ്റ് യുവർ ബിടെക്. ഇത്രയും ഞാൻ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇഫ് യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആവണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെയൊക്കെ ഒരു സീനിയർ ആണ്. ഞാൻ രഘു സാറിന്റെയും ഒക്കെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പം മറ്റേ എനിക്ക് ഐ നോ ഹൗ തിങ്സ് വർക്ക് ഹിയർ മോർ ഓർ ലെസ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഒരു സീനിയറുടെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ രഘു സാർ ഇവിടെ ഉള്ളതൊന്നും പഠിക്കണ്ട. രഘു സാറും ചിത്ര മാമും ഇവിടെ ഉള്ള പേടിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. Anything? How many of you have joined for MTech? So good number. It will be really interesting to see what kind of projects you people engage in. അതിനെയൊക്കെ പറ്റി ചിന്തിച്ചു തുടങ്ങുക. ഇത് ഞാൻ ഈ ഗേറ്റിനെയൊക്കെ പറ്റി ഞാൻ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗേറ്റില് ഏകദേശം 25 മുതൽ 30 കോഴ്സസിന്റെ കണ്ടന്റ് ഉണ്ട് ഈ ഗേറ്റ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിലൊരു സബ്ജക്ട് എന്നൊക്കെ പറയുന്ന മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് 4 പേപ്പർ ഉണ്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഇതില്. അപ്പം ഇതൊക്കെ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സസ് ആണ്. അപ്പം ഇത് എൻഡിലും നിങ്ങൾക്ക് യൂസ് ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമുണ്ടാവും. ഈ IIT-യിലൊക്കെ എത്തുന്ന ഒരു കുട്ടിയും മാത്സ് സ്കിപ്പ് ചെയ്തവരുണ്ടാവില്ല. കാരണം മാത്സ് സ്കിപ്പ് ചെയ്താല് വലിയൊരു ശതമാനം മാർക്കാ പോവുക. കുറെ പേര് മാത്സ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഫാഷനായി കരുതുന്നവരുണ്ടാവും. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. ആ മാത്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗേറ്റ് എക്സാമിൽ ഒരു 15 മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, സോ 100 മാർക്കില്. ഓക്കെ, സോ അപ്പൊ എനിക്കൊരു ഓവർവ്യൂ തരിക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇഫ് യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ്, MTech സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും ചോദിക്കാൻ. ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആണ്. എനിത്തിങ്? ചോദിച്ചോളൂ സാർ. ഓക്കെ സാർ, നമുക്ക് ഈ MTech സ്ട്രക്ചറൽ എഞ്ചിനീയർ കഴിയുന്ന കുട്ടികൾ, അപ്പൊ അവരുടെ ഒരു അക്കാദമിക് നത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഡ്യൂറിംഗ് ദെയർ അക്കാദമിക് ടൈമിംഗ് ഹിയർ, as an extracurricular, from the extracurricular viewpoint, a few courses or a few softwares or something like that, some activity like that, can you recommend for them? ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഗേറ്റ് എക്സാം തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇതിൽ വരുന്ന കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്പ്രെഡ് ഓവർ മെനി സെമസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തുടക്കത്തിൽ പഠിക്കുന്ന കാര്യം അവസാനത്തോട്ടേക്ക് ഓർമ്മ വന്നു എന്ന് വരില്ല. അപ്പം എന്റെ ബാച്ചിൽ നേരത്തെ അൻസു സാർ പറഞ്ഞതുപോലെ 23 പേര് ഞങ്ങളുടെ ബാച്ചിൽ ക്വാളിഫൈഡ് ആയിരുന്നു. അൻസു സാർ തന്നെയായിരുന്നു ഞങ്ങളെ സ്റ്റുഡന്റ് അഡ്വൈസർ. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ നല്ലത്, നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക. അതായത് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുക. വെറുതെ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ നിന്നിട്ട് ചില സബ്ജക്ട്സ് ഇതാക്കുക. ഇപ്പം എനിക്ക് അനലിറ്റിക്കൽ സബ്ജക്ട്സ് ആണ് ഞാൻ സ്ട്രോങ്. മാത്സ്, അതേപോലെ സ്ട്രക്ചറൽ അനാലിസിസ്, അങ്ങനത്തെ സബ്ജക്ട്സ് ആണ് ഞാൻ സ്ട്രോങ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ എനിക്ക് എടുത്തു കൊടുക്കാൻ എളുപ്പമാണ്.
അപ്പം ഞാൻ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവും കുറച്ചും കൂടെ എന്താ പറയാ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയ സബ്ജക്ട്സ് കുറച്ച് ഇരുന്ന് വായിക്കാൻ ക്ഷമയുള്ളവര്, അങ്ങനത്തെവർക്ക് അങ്ങനത്തെ കോഴ്സസ് ഇതാക്കാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുക. അതായത് നിങ്ങൾ ഈ ഇവിടെ നിൽക്കുന്നതിന് പുറമെ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോ +1 +2 എഞ്ചിനീയറിംഗ് എൻട്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈകുന്നേരവും സാറ്റർഡേയും സൺഡേ ഒക്കെ പലരും പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എല്ലാ ദിവസവും അതും 3rd ഇയർ മുതൽ തന്നെ മതി. 3rd ഇയർ മുതൽ ഒരു മണിക്കൂർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു റിസൾട്ട് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പത്തെ നിങ്ങളുടെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഞങ്ങൾ പഠിച്ച ഈ കോളേജിൽ പഠിച്ചപ്പോഴുള്ള സാഹചര്യം ഇപ്പത്തെ സാഹചര്യം നല്ല വ്യത്യാസമുണ്ട്. രഘു സാറിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ് ഒക്കെ ഉള്ളപ്പം ചോദിച്ചാൽ അറിയാം. അതായത് ഇറ്റ്സ് ലൈക്ക് നൈറ്റ് ആൻഡ് ഡേ. ഞാൻ 3ാമത്തെ ബാച്ച് ആയിരുന്നു ഇവിടുത്തെ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കുറെ ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഈ ബിൽഡിംഗ് പോലും അന്ന് ഉണ്ടായിരുന്നില്ല. ഈ സിവിൽ എഞ്ചിനീയറിംഗിന് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ പോളിന്റെ അവിടെയായിരുന്നു ഞങ്ങൾ പഠിക്കുകയൊക്കെ. പോളിന്റെ ഒരു ഓൾഡ് ബിൽഡിംഗ് ഉണ്ട്, പഴയ ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചിട്ടൊക്കെ ഞങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓടി നടന്നിട്ടൊക്കെ ആയിരുന്നു പഠിച്ചത്. നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങളുടെ ലബോറട്ടറീസ് ഒക്കെ ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റോക്ക്ഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് ജിയോടെക് ലാബ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി. അപ്പം ഇവിടെ അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഗേറ്റിന്റെ കേസിൽ ഈ ഒരു സജഷൻ ആണ് എനിക്ക് പറയാൻ പറ്റുക. കുറച്ച് എന്താ പറയാ കുറച്ച് ഈ മറ്റേ 3rd ഇയറും 4th ഇയറും കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട്. കാരണം പൊതുവെ എന്താ പറ്റുക വെച്ചാൽ ഈ പ്രോജക്ട് 3rd ഇയറും 4th ഇയറും ഒക്കെ ഈ പ്രോജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടികൾ പ്രോജക്റ്റും ചെയ്യൂല, ഈ ഒരു സാധനത്തിന് ഉപയോഗിക്കില്ല. അറ്റ്ലീസ്റ്റ് ഇതിനെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്. ഓക്കെ, അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഫ്രീ ആയി ഇരിക്കുകയാണെങ്കിൽ ആ ടൈം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു സജഷൻ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞാൽ ഉപകാരമാണ് സാറ് പറഞ്ഞ പോലെ. അതായത് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ബിടെക് ഡിഗ്രി വെച്ചിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കിട്ടുന്ന ജോലി എന്ന് പറയുന്ന ഒന്നെങ്കിൽ ഡ്രാഫ്റ്റിംഗ്, അതായത് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ആയിരിക്കാം കിട്ടുന്ന, അല്ലെങ്കിൽ ഡിസൈൻ ആയിട്ടുള്ള ജോബ്സ് ആയിരിക്കാം ഒരുപക്ഷെ കിട്ടുന്നത്. അപ്പം ഈ സോഫ്റ്റ്വെയർസ് അറിയുന്നത് വളരെ നന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി കരിക്കുലത്തിൽ CAD ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബ് ഉണ്ട്, വേ യു വിൽ ലേൺ ടു യൂസ് എ സോഫ്റ്റ്വെയർ. പക്ഷെ അതില് ഓവർ ആൻഡ് അബവ് ദാറ്റ് നിങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഫൈനൽ ഇയർ പ്രോജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഒരു എൻവയോൺമെന്റൽ പ്രോജക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ട്രക്ചർ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോവുക, നിങ്ങൾ എങ്ങനെയാ ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്ന, നിങ്ങൾ എങ്ങനെയാ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക. കാരണം നിങ്ങൾ ഒരു ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് വലിയൊരു ബിൽഡിങ്ങിന്റെ പ്ലാൻ തരും, ഇതിനെ മോഡൽ ചെയ്യാൻ പറയും, അനലൈസ് ചെയ്യാൻ പറയും. അതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. അതേപോലെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് പ്രോജക്ട്സ് ചെയ്യുക. എപ്പോഴും ഒരേപോലത്തെ പ്രോജക്ട്സ് ഇത് ചെയ്തുകൊണ്ടിരിക്കാണ്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് കണ്ടെത്തുക. കാരണം ഇനിയിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ട്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒക്കെ. അപ്പൊ നിങ്ങളുടെ സീനിയേഴ്സ്, മാസ്റ്റേഴ്സ് സീനിയേഴ്സ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുക, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു റിസർച്ച് കൾച്ചർ പതുക്കെ തന്നെ ഒരു ബിടെക്കിലേക്ക് തന്നെ ആ റിസർച്ച് കൾച്ചർ പതുക്കെ തന്നെ പെർമിയേറ്റ് ചെയ്തിട്ട് വരണം. അപ്പോഴാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ലെവൽ അങ്ങനെ കയറി മുന്നോട്ടേക്ക് പോവുക. അപ്പം ആ ഒരു എലമെന്റ് വന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്ലോലി ആ ഒരു റിസർച്ച് കൾച്ചർ വരുന്നത്. കാരണം IIT-യിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് ബിടെക്കുകാര് അമേസിങ് പ്രോജക്ട്സ് ഇത് ചെയ്തിട്ട് എന്താ പറയാ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്, വലിയ വലിയ ഇന്റർനാഷണൽ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ ഒരിക്കലും ഇപ്പം നിങ്ങൾ ഇവിടെ IIT-യിലല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ അവരെക്കാളും മോശമെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്ക് 129 റാങ്ക്. ഓബ്വിയസ്ലി ആ പരീക്ഷ 129 IIT-കാരിൽ മേലെ IIT-കാർ എഴുതിയിട്ടുണ്ടാവുമല്ലോ. സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ബീറ്റ് ദം. ഞാൻ വേറൊരു കോച്ചിങ്ങിനും പോയിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഈ സാർമാര് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഞാൻ കൃത്യം എന്റെ മുന്നത്തെ സീറ്റ് ആയിരുന്നു. ഞാൻ അവിടെ ഇരിക്കും, ക്ലാസ് കേൾക്കും, ഞാൻ പഠിച്ചിട്ട് ഞാൻ പോകും. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും
അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റേ ഉള്ളൂ. നിങ്ങളുടെ ബാച്ചിൽ 23 പേർക്ക് മാത്രം ഗേറ്റ് കിട്ടിയാൽ അത് മോശമാണെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങളുടെ 23 പേര് ഓക്കെ, അന്ന് ഒരു അക്കോംപ്ലിഷ്മെന്റാ. പക്ഷെ നിങ്ങളുടെ ഇത്രയും ഫെസിലിറ്റീസും ഒക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിട്ട് നിങ്ങളുടെ 23 പേരെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മോശമാണ്. എനിത്തിങ് എൽസ്? സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ ആണ് ആക്ച്വലി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. ബിടെക് എംടെക് ഓക്കെ പ്ലീസ്. ബിടെക് ഓക്കെ, എന്റെ ഗൈഡ് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബിടെക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു സെമിനാർ ഉണ്ടായിരുന്നു, ഒരു പ്രോജക്റ്റ് ഗ്രീൻ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മൂന്നും ഞാൻ ചെയ്തത് 3 ഡിഫറെന്റ് സബ്ജക്ട്സിലാണ്. കാരണം എനിക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. എന്റെ മിനി പ്രോജക്റ്റ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു. അതൊരു റീഇൻഫോഴ്സ്ഡ് റീറ്റെയിനിങ് വാളിന്റെ സബ്ജക്റ്റിന്റെ ബേസിസിലായിരുന്നു. കൗസർ സാർ ആയിരുന്നു എന്റെ ഗൈഡ്. അപ്പം ഇവിടുത്തെ ഒരു ഹജ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ഒരു ഗാബിയോൺ ഫേസ്ഡ് വാളായിരുന്നു നമ്മൾ കേസ് സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അപ്പം അതായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ്. അത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലായിരുന്നു. രണ്ടാമത്തത് എന്റെ സെമിനാർ എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി ഇൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിലായിരുന്നു. അത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലായിരുന്നു. മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് മെയിൻ പ്രോജക്റ്റ് ആ സമയം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 3rd ബാച്ച് ആയിരുന്നു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഒരു ഓഡിയൻസ് എംടെക്കുകാരില്ല. ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ചൂസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങള് ഇത് ചെയ്തിരുന്നത് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഡിസൈൻ ആയിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ അത് വളരെ ഉപകാരമായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുശേഷം ഞാൻ ഒരു കൊല്ലം പഠിപ്പിക്കാനൊക്കെ പോയിട്ടായിരുന്നു. അപ്പൊ അത് കൃത്യമായി പഠിച്ചതുകൊണ്ട് എനിക്ക് ഭാവിയിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ അത് ഉപകാരമായിട്ടുണ്ടായിരുന്നു. അതും കൗസർ സാർ തന്നെയായിരുന്നു എന്റെ ഗൈഡ്. സെമിനാറിന് എന്റെ ഗൈഡ് സുബൈദ മിസ് ആയിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ എംടെക്കിന് ജോയിൻ ചെയ്തു. എംടെക്കിൽ IIT ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ 9.5 CGPA ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ എന്തിനാ എംടെക് പ്രോജക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡയറക്ട്ലി അപ്ഗ്രേഡ് ചെയ്തു. 8 മേലെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പം PhD ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ എംടെക്കിന് പ്രോജക്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. PhDക്ക് വേണ്ടി ഞാൻ എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുള്ള ഒരു സബ്ജക്റ്റിലാണ് ഞാൻ റിസർച്ച് ചെയ്തത്. അതിന്റെ ടോപ്പിക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ആ വാക്കുകൾ ദഹിച്ചു എന്ന് വരില്ല. എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സൈസ്മിക് ഫ്രിജിലിറ്റി മോഡൽ അക്കൗണ്ടിങ് ഫോർ ടോർഷണൽ ഇറഗുലാരിറ്റി ഇൻ നോൺ ഡക്ടൈൽ പ്ലാൻ ഇറഗുലർ RC മൂവ്മെന്റ് റെസിസ്റ്റിംഗ് ഫ്രെയിംസ്. അപ്പൊ ഇതിൽ ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥമുണ്ട്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ഇംപ്ലിക്കേഷൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഡ്വാൻസ് ടോപ്പിക് ആണ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗിൽ. അപ്പം അതിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറെ ഏരിയാസ് ഉണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗ്, വിൻഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ റീഇൻഫോഴ്സ് കോൺക്രീറ്റ്, സ്റ്റീൽ, മേസൺറി, ഹെറിറ്റേജ് സ്ട്രക്ചേഴ്സ്, അങ്ങനെ പല സബ്ജക്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റിന് വേണ്ടിയിട്ട്.